ഓ, പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ആ കുങ്ഫു ഫക്രുദ്ദീൻ അലിയെ കാണുന്നുമില്ലല്ലോ. എന്തായി മാഷ കാര്യം? പ്രേമദത്തനെ നടിയുടെ അമ്മയുടെ അടുത്തേക്ക് വിട്ടിരിക്കുകയാണ്. അവൻ ആദ്യം ഒന്ന് സംസാരിക്കട്ടെ. സിപ്പി സാർ എവിടെ? ഒരു ഹാപ്പി ന്യൂസ്. സിപ്പി സാറ് സൊമാലിയയിൽ നിന്നും വന്ന ഒരു സംഘം പ്രൊഡ്യൂസേഴ്സുമായിട്ട് കോവളത്ത് ഡിസ്കഷന് പോയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആഭരണങ്ങൾ എന്റെ കയ്യിലുണ്ട്. സിപ്പി സാർ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. ഈസ് വെരി വെരി ബിസി. ഞാനും നടിയുടെ അമ്മയുടെ അടുത്തൊന്ന് ചെല്ലട്ടെ. അധിക നേരം പ്രേമദത്തനെ അവിടെ ഇരുത്താൻ പറ്റില്ല. സമയം കളയാതെ ചോപ്ര സാർ ഫ്ലോറിനകത്ത് പോയി ഷൂട്ടിംഗ് കാണണം. എന്ത് ഷൂട്ടിംഗ്? ഞാൻ കാണാത്ത ഷൂട്ടിങ്ങോ? ശരി, സമയം കളയാതെ വേഗം പോയിട്ട് വരൂ. ഇതെന്തോന്ന് ജന്മം. ഡാൻസ് എങ്കിലും കാണാം. ഇനി ക്യാമറ ഞാനൊരു ഡയറക്ടറാണ്. ഒന്ന് വേഗട്ടെ. കുങ്ഫു ഫക്രുദ്ദീൻ അലി കുറച്ച് ഓർണമെന്റ്സിന്റെ കാര്യം പറയുന്നു. ഈ ഓർണമെന്റ്സേ ആരാ? മനസ്സിലാത്ത ഷൂട്ടിംഗ് കാണാൻ വന്നതാ? ഷൂട്ടിങ്ങും കാണാമല്ലോ. ഷൂട്ടിംഗ് കാണാൻ വന്നവൻ കസേരക്കറി ഇരിക്കുക. കസേര ഇരിക്കാനുള്ളതല്ലേ, കിടക്കാനുള്ളതല്ലോ. എണീക്കണം മിസ്റ്റർ. ഞാൻ ഹിന്ദി സിനിമയുടെ, തെലുങ്ക് സിനിമയുടെ. എണീക്കണോ? ഞാനൊരു ഡയറക്ടറാണ്. ഡയറക്ടർ ഇങ്ങനെ ഷൂട്ടിംഗ് കാണാൻ ഇറങ്ങി നടക്കുക. ഒന്ന് പോണം മിസ്റ്റർ. പോകാനെ പോടോ. അവന്റെ ഒടുക്കത്തെ പേടി. തള്ള എന്ത് പറഞ്ഞു? ആഭരണങ്ങൾ വാങ്ങുവോ? എന്താ മാഷേ? ആ സ്ത്രീക്കൊരു സംശയം. സാറുമാർ എവിടുന്നോ കട്ടോണ്ട് വന്നതാണത്രേ. അവർക്ക് വാങ്ങാൻ താല്പര്യമില്ല. പോലീസിനെ വിളിക്കുമെന്ന്. എനിക്ക് വലിയ വിഷമമായി പോയി സാറേ. എനിക്ക് വിഷമമുണ്ട് മാഷെ. ആഭരണങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ വേണ്ട. കട്ടോണ്ട് വന്നോ കടത്തിക്കൊണ്ടുവന്നോ എന്നാ തള്ള എന്തിനാ അറിയണം? എവിടെയാ തള്ള? എനിക്കൊന്ന് കാണണം. മാന്യമാരെ പറ്റി അവരെന്താ വിചാരിച്ച? അട്ടിച്ചവരുടെ അണപ്പൽ തെറിപ്പിക്കും ഞാൻ. അയ്യോ വേണ്ട സാർ. എന്താ വെപ്പുമല്ലാണോ? എങ്കിൽ അടിക്കുന്നില്ല. എന്നാലും ആ തള്ള ഒന്ന് കാണണം. അയ്യോ വേണ്ട. അവര് കുളിക്കാൻ ശരീരത്തെ എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ്. മോളെ എണ്ണ തേച്ച് കുളിക്കുകയല്ലോ. അല്ല, ഡാൻസ് ചെയ്യാണ്. അവളെ കണ്ടാലും മതി. അയ്യോ വേണ്ട സാർ. താൻ കൈവിടറോ? അയ്യോ വേണ്ട. എനിക്ക് നിങ്ങളെ ചാൻസും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പോവുക. അയ്യോ, അങ്ങോട്ട് പടിയുണ്ട് സാർ. ഇറങ്ങാം, ഞാൻ യോജിപ്പിക്കൊള്ളാം. മദുരാശി പട്ടണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മറുനാട്ടുകാര് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ചിലപ്പോ ആകാശത്തോളം പൊക്കും. MGR മുഖ്യമന്ത്രി മലയാളി. ഇപ്പൊ മാറിപ്പോയെങ്കിലും ജയലളിത മുഖ്യമന്ത്രി കർണാടകം. രജനീകാന്ത് സൂപ്പർ സ്റ്റാർ, അതും കർണാടകം. എനിക്ക് പ്രതീക്ഷയുണ്ട്. ചിലപ്പോ ഇവിടെ വെച്ചായിരിക്കും നമ്മൾ സൂപ്പർ ആവുന്നത്. മോഷണത്തിലോ? എന്താ കുഴപ്പം? പറ്റിപ്പും തട്ടിപ്പും തെറ്റല്ല, പക്ഷെ വലിയ നിലയിൽ വേണം. അപ്പൊ സർക്കാർ തന്നെ നമ്മളെ സംരക്ഷിച്ചോളും. ശരി, സർക്കാർ എന്ത് അനാഥാലയമാണോ നമ്മളെയൊക്കെ സംരക്ഷിക്കും? ഓഹരി കുംഭകോണത്തിൽ കോടിക്കണക്കിന് വെട്ടിച്ചു എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അയാളുടെ പേര്? ഹർഷത് മേത്ത. ഹർഷത് മേത്ത. അയാളിപ്പോ എവിടെയോ സുഖമായി ജീവിക്കുന്നു. പിന്നെ ബോഫേഴ്സ് എന്തായി? ഒന്നും ആയില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ പോലുള്ള സാധാ കള്ളന്മാരെ മാത്രമേ സർക്കാർ പിടിച്ച് ജയിലിനകത്തിടൂ. ഏത് എടോ ധർമ്മ, വലിയ നിലയിലുള്ള തട്ടിപ്പ് നടത്തണമെങ്കിൽ രാഷ്ട്രീയമേ രക്ഷയുള്ളൂ. അതിനുള്ള തൊലിക്കെട്ട് എനിക്ക് ഏതായാലും ഇല്ല. ഓർക്കുമ്പോ ഇപ്പോഴും കിടുങ്ങിപ്പോവാ. പോലീസിന്റെ വലയിലെങ്ങാനും നമ്മൾ പെട്ടിരുന്നെങ്കിലോ? ഫുൾ ടൈം ദൈവം ഇപ്പൊ നമ്മളെ പോലുള്ളവരുടെ കൂടെയാ. പേടിക്കാനേ ഇല്ല. ഈ ഭയന്നുള്ള ജീവിതം ഇച്ചിരി കട്ടി തന്നെയാണേ. ഇക്കാലത്ത് എല്ലാ ജോലിയിലും ഇത്തിരി റിസ്ക് ഉണ്ട്. ഈ തൊഴിലിൽ അതിന്റെ അളവ് ഇത്തിരി കൂടും. നമ്മളെല്ലാ വെല്ലുവിളികളെയും നേരിടണം. ആരും നമ്മളെ തിരിച്ചറിയാത്ത ദൂരെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് കുറച്ചു ദിവസം സുഖമായിട്ട് താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അല്ല, എന്തുദ്ദേശ ഈ നടപ്പ്? കൈ 1-2 ദിവസത്തെ റെസ്റ്റ് വേണം. നിന്റെ കൈന്റെ മുറിവൊക്കെ ഒന്ന് കരിയട്ടെ. ആദ്യം നമുക്കൊരു മുറി സംഘടിപ്പിക്കാം. മുറി ക്യാഷ് ഇറക്കട്ടോ? വേണ്ട.
എന്നാ വേണം സാർ? ഒരു ഡബിൾ റൂം. റൂം ഒന്നും കാലിയില്ല സാർ. ഒരു റൂം മതി. ഇല്ല സാർ. എന്തുകൊണ്ടില്ല? നമുക്ക് വേറെ നോക്കാം. നിക്ക്. ഞാൻ കേരള പോലീസ്, ഇയാൾ ആന്ധ്ര പോലീസ്. കേരളത്തിൽ നിന്ന് ഒരു MLA ഒളിവ് പോയിരിക്കുക. അയാളെ കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഉണ്ടോ അയാള്? ഇങ്ങ ഇല്ല സാർ. വിശ്വസിക്കില്ല. എല്ലാ റൂമും ഞങ്ങൾക്ക് പരിശോധിക്കണം. സത്യമാ അന്തമാതിരി MLA ഇങ്ങ ഇല്ല സാർ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് റൂം കൊടു. ഇവിടെ താമസിച്ചുകൊണ്ട് വേണം ആ MLA പിടിക്കാൻ. MLA കിട്ടിയില്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യും. കൊടു റൂം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. 1000-10,000 രൂപ റേഞ്ചിലുള്ള ഇടപാട് നഷ്ടമാണ്. വലുതിനും ചെറുതിനും പ്രയോഗിക്കുന്ന ബുദ്ധി ഒരുപോലല്ലേ? അപ്പൊ പിന്നെ എന്തുകൊണ്ടൊരു വലിയ ഇടപാട് ചെയ്തുകൂടാ? വല്ല ഐഡിയയും തോന്നുന്നുണ്ടോ? തന്നെത്താനെ ഇരുന്ന് ആലോചിക്കരുതോ? അല്ല, അയ്യോ കൈ. എടാ, ഒരു തൊഴിലിന് ഇറങ്ങുമ്പോ അതിന്റേതായ മിടുക്ക് വേണം. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഇല്ലേ? ഒരു 5 രൂപ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ബുദ്ധി നീ ഇതുവരെ കാണിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ പോലെ പാരമ്പര്യ മോഷ്ടാവല്ലോ. പിന്നെ നിന്റെ തന്ത പയ്യനൊരു രാജാവായിരുന്നോ? ആരായാലും ചൂണ്ടിക്കാണിക്കാനെങ്കിലും എനിക്കൊരു തന്ത ഉണ്ടായിരുന്നു. ആർക്കറിയാം? അത് കള. നമുക്കേ ഒരു ടിവിയും VCR-ഉം വാടക കിട്ടുമെന്ന് നോക്കാം. എന്നിട്ട് കുറെ ഇംഗ്ലീഷ് സിനിമയുടെ കാസറ്റുകൾ കാണാം. നീ എന്താ മലയാള സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പോണോ? മലയാള സിനിമയ്ക്ക് എന്തിനാ ഇപ്പൊ തിരക്കഥ? ചുമ്മാ മിമിക്രി കാണിച്ചോണ്ടിരുന്നാ പോരെ. ഞാൻ പറഞ്ഞതേ ഒന്ന് നേരെ ഇരുന്നേ. ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ബുദ്ധിപൂർവം ആളുകളെ പറ്റിക്കുന്ന ചില രംഗങ്ങൾ കാണും. അതിലേതെങ്കിലും ഒന്നെടുത്ത് നമുക്ക് പയറ്റി നോക്കാം. മോനെ ധർമ്മ, ഏട്ടിലെ പശു ഇന്ന് വരെ പുല്ല് തിന്നിട്ടില്ല. പാറശാലക്കാർ അത്ര മോശക്കാരൊന്നും അല്ല. സ്വന്തമായി ഇംഗ്ലീഷ് കാസറ്റ്. എക്സ്ക്യൂസ് മീ. യെസ് സാർ. ഐ ഹാവ് സം പ്രഷ്യസ് ഡയമണ്ട്സ് വിത്ത് മീ. മലയാളിയാണെന്ന് തോന്നുന്നു. ഞാനും മലയാളിയാണ്. നിങ്ങളുടെ മുതലാളിയും മലയാളിയാണെന്നറിയാം. എന്റെ കയ്യിൽ വില കൂടിയ കുറച്ച് ഡയമണ്ട്സ് ഉണ്ട്. ഞാനത് വിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൊപ്പറേറ്റർ മുറിയിലുണ്ട്. ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം സാർ. വരൂ സാർ. പ്ലീസ് കം. ബാല, നാരായണൻ നാരങ്ങ വിളി. ശരി സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വർഗീസ്. ഗുഡ് മോർണിംഗ്. എന്നെ എങ്ങനെ അറിയാം? ഇവിടെ വരാറുണ്ടോ? ഇല്ല, പക്ഷേ താങ്കളെ അറിയാത്തവൻ മലയാളിയാണോ? കല്ലാട്ടുകുളങ്ങര അന്തോണിച്ചൻ മകൻ വർഗീസ് എന്നു പേരുള്ള രത്നവ്യാപാരി തന്റെ ബിസിനസിന്റെ പേര് അയൽനാട്ടിലും ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ അപ്പനെ അറിയോ? കല്ലാട്ടുളങ്ങരാണോ വീട്? അല്ല, മണ്ണാർക്കാട്ടാണ്. തൃപ്പങ്ങോട്ട് എന്ന് കേട്ടിട്ടില്ലേ? പഴയ നായർ തറവാട്. പൂവ്. ഞാൻ അവിടത്തെയാണ്. എന്റെ അച്ഛന് രത്നക്കല്ലുകൾ വലിയ പ്രിയമായിരുന്നു. വലിയൊരു ശേഖരം ഉണ്ടായിരുന്നു. മരിക്കാറായപ്പോഴേക്കും പലതും കൈമോശം വന്നു. ബാക്കി വന്നത് വിൽക്കരുതെന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ വിൽക്കേണ്ടതായ ഒരു പരിസ്ഥിതി വന്നു ചേർന്നു. നോക്ക് നാരായണ, ബെൽജിയം കട്ടിംഗ് ആണ്. JD30 എന്ന് പറയുന്ന അപൂർവ ഇനം. ബെൽജിയം കട്ടിങ്ങോ? ഇതോ? ബെൽജിയം കട്ടിംഗ് കണ്ട് പരിചയമില്ലായിരിക്കും. ഇത് തീരെ മാറ്റു കുറവാ. ബെൽജിയം ഒന്നും അല്ല ഇത്. ആണെന്ന് എനിക്കറിയാലോ, പക്ഷെ സാധാരണ ബെൽജിയം അല്ല. JD30 എന്ന് പറയുന്ന അപൂർവ ഇനം. അങ്ങനെ ഒരു ഇനമുണ്ടോ? അതാ നിങ്ങൾക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഒരെണ്ണത്തിന് 500 രൂപ വെച്ച് 5 എണ്ണത്തിന് 2500 രൂപ കൊടുക്കാം. യു നോ നത്തിങ് അബൌട്ട് ഡയമണ്ട്സ്. ഒന്നിന് 500 രൂപ പോലും. മിസ്റ്റർ, ഒന്നിന് 70,000 വെച്ച് 5-ന് 3,50,000 പറഞ്ഞിട്ട് ഞാനിത് വിറ്റില്ല. ബിക്കോസ് ഐ നോ വാട്ട് ഈസ് JD30. JD30യെ പറ്റി അറിയാത്തവനെ ഇതുപോലുള്ള കടകളിൽ ഇരുത്താൻ പാടില്ല സാർ. ഗുഡ് ബൈ. അല്ല സാറേ, നോ. ഇയാളെന്റെ രത്നങ്ങളെ അപമാനിച്ചു, എന്നെ അപമാനിച്ചു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല മുതലാളി JD30. നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് വെച്ച് അങ്ങനെ ഒരു ഇനം ഉണ്ടായി കൂടുന്നുണ്ടോ?